ലുക്കുള്ളവരെല്ലാം പിഴയാണ്. നല്ലപോലെ ടോക്കറ്റീവ് ആണെങ്കിൽ കുറച്ച് ലോകവിവരമൊക്കെ ഉണ്ടാക്കും. ഇംപ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വീണ് കൊടുക്കുന്ന ആളല്ല. അങ്ങനെ വീണ് കൊടുക്കത്തില്ല. ലുക്ക് ഒരു ഫാക്ടർ ആണോന്ന് ചോദിച്ചാൽ ആണ്. ഭയങ്കര സുന്ദരിയാണ് കേട്ടോ കാണാനായിട്ട് രണ്ടുപേരും. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെമ്പിള്ളേരെ വളയ്ക്കാനായിട്ട് കഷ്ടപ്പെടുന്ന പയ്യന്മാരെ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം വാലന്റൈൻസ് ഡേ ഒക്കെ വരെയല്ലേ, ഈ ഒരു വാലന്റൈൻസ് ഡേക്കെങ്കിലും മിങ്കിളാവണ്ടേ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, പെമ്പിള്ളേരോട് തന്നെ പോയി ചോദിക്കാം പെമ്പിള്ളേരെ നമുക്ക് എങ്ങനെ വളയ്ക്കാൻ പറ്റുമെന്ന്. ഭയങ്കര സുന്ദരിയാണ് കേട്ടോ കാണാനായിട്ട് രണ്ടുപേരും. നാണം വരുന്നു, ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ? ആദ്യമായിട്ടാണോ പറയുന്നത്? നല്ല സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു യുവാവിന് നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ ഇംപ്രസ് ചെയ്യണം എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. നിങ്ങൾ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡേറ്റ് ചെയ്യാൻ റെഡിയല്ല. നോക്കിയിട്ട് കാര്യമില്ല, കിട്ടൂല. ഇവിടെയോ അതുപോലെ തന്നെ താല്പര്യമില്ലേ? മനഃപൂർവ്വം വീഡിയോയിൽ വരുമെന്ന് വിചാരിച്ചിട്ട് താല്പര്യമില്ലാതെന്ന് പറയുന്നതാണോ? കോൺസെപ്റ്റിനോട് താല്പര്യമില്ല. ഇംപ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വീണ് കൊടുക്കുന്ന ആളല്ല. അങ്ങനെ വീണ് കൊടുക്കത്തില്ല. എന്നാലും ചില കാര്യങ്ങളോട് നമുക്കൊരു താല്പര്യം തോന്നൂലേ? അങ്ങനെയൊന്നുമില്ല. നല്ല കൂടെ തോന്നാനുള്ള അവർക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നണില്ല. രണ്ടുപേരെ അങ്ങനെ വീഴ്ത്താൻ പറ്റിയ ആൾക്കാരല്ലെന്നാണ് പറയുന്നത്. എന്നാലും പാട്ട് പാടുന്ന ആൾക്കാരോട് ഒരു താല്പര്യം തോന്നാറില്ല? അങ്ങനെയൊന്നുമില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അവരോട് താല്പര്യമില്ല, പാട്ട് ഇഷ്ടമാണ്. എന്നാലും വീണ് കൊടുക്കൂല. അതെ, അതൊരു സ്കില്ലല്ലേ, അത് വിചാരിച്ചിട്ട് നമുക്ക് അവരുടെ പറയാൻ പോകാൻ പറ്റില്ലല്ലോ. നല്ലപോലെ ടോക്കറ്റീവ് ആണെങ്കിൽ അങ്ങനെയല്ലെന്ന് കുറച്ച് ലോകവിവരമൊക്കെ ഉണ്ടായിക്കൊള്ളാം. ലോകവിവരം അർജയാണ് നല്ല എന്നും പത്രം വായിക്കും. നമ്മളെ ബോറടിപ്പിക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ സംസാരിക്കാനാ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അതായത് എൻ്റെ ടോക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ ഭയങ്കര രസമാണ്, ബോറടിക്കത്തേ ഇല്ലെന്നാണ് പറയുന്നത്. ഭയങ്കര സീരിയസ് ആവരുത്. തമാശ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എൻ്റെ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ്, പെട്ടെന്ന് ഞാൻ ഇതാവും. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ തമാശയാണ് എന്ന് മനസ്സിലാക്കിക്കോണം. ആ ഒരു ദേഷ്യത്തിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ളൊരു. അപ്പോൾ ഇത്രയും ഇതൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയെ ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കുട്ടി പറയുന്നത് അല്ലേ? എങ്ങനെ തന്നെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും? പെറ്റ്സിനൊക്കെ ഇഷ്ടമാണെങ്കിൽ പെറ്റ് ലവർ ആയിരിക്കണം. പിന്നെ അവിടെ അല്ല, നിങ്ങളുടെ ആൻസർ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ താല്പര്യം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർക്ക്. പിന്നെ ഈ രണ്ടും മതി. പെറ്റ് ലവറും ആയിരിക്കണം, വരയ്ക്കാനും കഴിവുണ്ടായിരിക്കണം. ഓൺലൈനല്ല, ഓഫ്ലൈൻ ആയിട്ട് സംസാരിച്ച് ഒക്കെ ആണെങ്കിൽ ഡേറ്റ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് കുട്ടിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ കുറച്ച് കോമഡി ഒക്കെ ആണെങ്കിൽ നല്ല കോമഡി പരമായിട്ട് സംസാരിക്കണം. വെറുതെ സംസാരിച്ച പോലെ നല്ല കോമഡി പരമായിട്ട് സംസാരിക്കണം. പിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ മതി, അല്ലാണ്ട് പ്രത്യേക കഴിവുകൾ, പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അങ്ങനെയൊന്നുമില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഡാൻസ് കളിക്കുന്നവരായാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഡാൻസേഴ്സിനോട് താല്പര്യമുണ്ടല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡാൻസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്രോച്ച് ചെയ്യുക, പുള്ളിക്കാരി റെഡിയാണ്. എനിക്ക് ജെനുവിൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജെനുവിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് ഉറപ്പായിട്ടും കൂടെ ഒരുപാട് നാൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മനസ്സിലാവും. നമുക്കിപ്പം അതിനൊരു ടൈം പീരീഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 വീക്കെന്നോ 2 വീക്കെന്നോ 2 മന്ത്സ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴാണോ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്, നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട് ആ റിലേഷനിലും തോന്നുവാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. അതല്ലാണ്ട് നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രസ്സിങ്, നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ള ആൾക്കാരെ കുട്ടിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഒരു രീതി ഉണ്ടല്ലോ, ഏതാണ് ആ രീതി? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനി അപ്രോച്ച് ചെയ്യാനുള്ളതാണ്. അല്ല, അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് കണ്ണിൽ നോക്കി സംസാരിക്കണം. അത് ശരിയാ, കണ്ണിൽ നോക്കി നല്ല അട്രാക്റ്റീവ് ആയിട്ട് സംസാരിക്കണം. സംസാരിച്ചിട്ടൊരു ക്യാരക്ടറും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. അതൊന്നും പറയാനില്ലാത്ത ഒരു എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇത് കണ്ടിട്ട് ഓരോ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ആരും വരണ്ടെന്ന്. ഇവിടെയോ എന്നാലും പാട്ട് പാടുന്ന ആൾക്കാരോട് വല്ലാത്തൊരു താല്പര്യം അങ്ങനെ ഒന്നുമില്ല. കുട്ടിക്ക് ഡാൻസ് കളിക്കുന്ന ആൾക്കാരോട് നല്ല താല്പര്യമുണ്ട്. എങ്ങനെ ഡാൻസ് കളിക്കണം? റൊമാൻറ്റിക് ആയിട്ട് കളിക്കണോ അതോ ഹിപ്പ് ഹോപ്പ് കളിക്കണോ? എങ്ങനെയാണ്? ഹിപ്പ് ഹോപ്പ് എന്തോ കണ്ടംപററിയോ? ഹിപ്പ് ഹോപ്പ് കണ്ടംപററി കളിക്കുന്ന ആൾക്കാരോട് കുട്ടിക്ക് വല്ലാത്തൊരു താല്പര്യമാണ്. പിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട, നോർമലായിട്ട് പുള്ളി എങ്ങനെയാണ് അങ്ങനെ തന്നെ. അതായത് നോർമലായിട്ടുള്ള ക്യാരക്ടർ ഉള്ള ആൾക്കാരോടാണ് താല്പര്യം. നമുക്കോ? എനിക്കും അങ്ങനെയാണ്. പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അങ്ങനെ ഒന്നുമില്ല.
ക്യാരക്ടർ പേഴ്സണാലിറ്റി ഉള്ളി. പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് അട്രാക്റ്റഡ് ആവുന്നത്, അല്ലാണ്ട് ലുക്ക് കണ്ടിട്ട് അട്രാക്റ്റഡ് ആവില്ല. ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലുക്ക് കണ്ടിട്ടില്ലേ, പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പോയി സംസാരിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ലുക്ക് കണ്ടിട്ടല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ അട്രാക്റ്റഡ് ആവുന്നത്? അങ്ങനെയൊന്നുമില്ല, ലുക്കുള്ളവരെല്ലാം പിഴയാണ്. ലുക്കുള്ളവരെല്ലാം പിഴയാണെന്ന്. പിന്നെ എങ്ങനെയുള്ള ആൾക്കാരാണ് നല്ല ആൾക്കാർ? കണ്ടാൽ മനസ്സിലാവും നമുക്ക് അവര് ബിഹേവിയറും. കണ്ടാ മനസ്സിലാവുമെന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? പാവമാണ്. ഇംപ്രസ് ആയി കുട്ടി, ഇംപ്രസ് ആയി. എനിക്കിനി വയ്യ. ലുക്ക് ഈസ് നീഡഡ്, പക്ഷേ മോർ ദാൻ ലുക്ക് നമുക്ക് ക്യാരക്ടർ സൂപ്പർ ആയിരിക്കണം. അതായത് ഫസ്റ്റ് എന്തായാലും ലുക്കിൽ കണ്ട് അട്രാക്റ്റഡ് ആയതിനു ശേഷമല്ലേ അട്രാക്റ്റഡ് ആവും. പക്ഷേ പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്ന് ആലോചിക്കുന്ന പുള്ളിയുടെ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ലുക്കിൽ കണ്ട് അട്രാക്റ്റഡ് ആയതിനു ശേഷം സംസാരിച്ച് നോക്കും, എന്നിട്ട് ക്യാരക്ടറും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്രസ് ആവും. അല്ലാണ്ട് ഒരു ഫസ്റ്റ് ലുക്കിൽ നമ്മൾ ഇംപ്രസ് ആവില്ല. ജസ്റ്റ് ഓൺലി ഇൻഫാക്ച്വേഷൻ ഓർ അട്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നിന്നിട്ട് മറ്റൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്നു, അയാളുടെ ശബ്ദം അടിപൊളിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളിൽ ഇംപ്രസ് ആവാൻ ചാൻസ് ഉണ്ടോ? അത് സൗണ്ടിൽ മാത്രമേ ഇംപ്രസ് ആവത്തുള്ളൂ. അത് എങ്ങനെ ഡേറ്റിങ്ങിലോട്ട് പോകുന്നത്? ചില ആൾക്കാർക്ക് ചില ഫാക്ടേഴ്സ് വഴിയല്ലേ ഡേറ്റിംഗ്. ഇൻ ദ സെൻസ് നമ്മൾ ക്യാരക്ടർ ആയിരിക്കണം, ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഡേറ്റ്. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് എന്ന് പറയുന്നതും ഇതുപോലെ വരുന്ന ഒരു ഫാക്ടർ അല്ലേ? ലുക്ക് കണ്ടിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നു പറയുന്നില്ലേ? അട്രാക്ഷൻ മാത്രമോ? അത് ഡേറ്റിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ എന്തായാലും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് ഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. ഫസ്റ്റ് ഒരാളെ ലുക്കല്ലേ കാണാം, അപ്പൊ പിന്നെ ഒബ്വിയസ്ലി അതല്ലേ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ അതായതുകൊണ്ട് ലുക്കാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ലുക്ക് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അല്ലേ? അങ്ങനെ വളച്ചൊടിക്കണ്ട. ആദ്യം കാണുമ്പോൾ ഒരാൾ ഒബ്വിയസ്ലി അയാളെ ലുക്കേ നോക്കുള്ളൂ, പിന്നെ അയാളെ സംസാരിച്ചല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സംസാരിച്ച് പേഴ്സണാലിറ്റി ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട്. നേരത്തെ ഒന്നും വേണ്ട ദൈവത്തിനെ വിളിച്ച ഒരാളാണ്, ഇപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ? ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ഇനി ഇവിടെ ഫസ്റ്റ് കാണുന്ന ലുക്കാണ്, പിന്നെ സംസാരിച്ച പേഴ്സണാലിറ്റി അത് തന്നെയാണ് കൂടുതൽ മനസ്സിലാവുമ്പോൾ. ഫസ്റ്റ് എന്തായാലും ലുക്ക് കണ്ട് അട്രാക്റ്റഡ് ആവും, അത് ജസ്റ്റ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പറയാൻ വയ്യ, പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ വന്നാലോ? ആദ്യമേ കാണുമ്പോ ലുക്കാണല്ലോ ഉണ്ടാവുക, പക്ഷെ കണ്ട് സംസാരിക്കുമ്പോഴല്ലേ എന്താന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് പേഴ്സണലി എനിക്ക് ലുക്കല്ല, ഞാൻ പേഴ്സണലി ഒരു വ്യക്തിയുടെ എങ്ങനെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നോക്കിയിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരാളടുത്ത് ഇഷ്ടം തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം നല്ലൊരു ഹ്യൂമൻ ആയിരിക്കണം, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ള ഒരിടത്ത് എനിക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നാറുണ്ട്. ലുക്ക് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എനിക്കത് വലിയ ഫാക്ടർ അല്ല. കാരണം വെച്ചാൽ ലുക്ക് നോക്കിയല്ലല്ലോ നമ്മൾ പ്രേമിക്കേണ്ടത്. അത് ജീവിതാവസാനം വരെ കാണുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് വിശാലമായിട്ട് കിടപ്പുണ്ട്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സിംഗിളായിട്ടിരിക്കുന്ന ഏതെങ്കിലും ചങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചുവിടുക, അവരിതൊക്കെ കണ്ടിട്ട് പോയി പെൺപിള്ളേരെയൊക്കെ അങ്ങ് നൈസിലങ്ങ് സെറ്റാക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും ഇതുപോലെ വീഡിയോസ് കിട്ടാനായിട്ട് സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതിനാണ്ട് ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കണം.